ഹായ് നമസ്കാരം വെൽക്കം ടു അത് കണ്ണനപ്പുണ്ണി. അപ്പം നമ്മുടെ വീക്കെൻഡ് വീഡിയോയിലോട്ട് വന്നിട്ടുണ്ട്. എൻ്റെ വെയിറ്റ് ലോസ് ജേർണി എങ്ങനെ പോകണു, വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഇൻ എ വീക്ക് നമുക്ക് നോക്കാം. ഹായ്, ഇന്നത്തെ എൻ്റെ ദിവസം തുടങ്ങിയതുള്ള സയമോദോട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചിട്ടാണ് കേട്ടോ. ബാക്ക് പെയിൻ്റെ ഗുളിക കഴിക്കാനായിരുന്നു, അത് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നും സ്മൂത്തി തന്നെയായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ സ്മൂത്തിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാറ്, അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു 11:30 ആയപ്പോൾ ഒരു കഷ്ണം വാട്ടർമെലൺ കഴിച്ചായിരുന്നു. ലഞ്ചിന് ചോറ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരു കഷ്ണം പുട്ടും പപ്പടക്കറിയാണ് കഴിച്ചത്. പിന്നെ ഉപ്പിട്ട നാരങ്ങവെള്ളം ഒരു 2 ഗ്ലാസോളം കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അതുപോലെ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ബർത്ത്ഡേ പരിപാടി ഉണ്ടായിരുന്നു. ഫുഡ് അത്യാവശ്യം നല്ലോണം തട്ടെന്ന് അറിയുന്നതുകൊണ്ട് ഇന്ന് കൂടുതൽ നേരം ഞാൻ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 1.5 മണിക്കൂറോളം ഇന്ന് ഞാൻ നന്നായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ജ്യൂസ് കുടിച്ചു. പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയും ചില്ലി ഗോപിയും സാലഡും ഐസ്ക്രീമും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിങ്ങനെയൊക്കെ കഴിച്ച് ഡയറ്റൊക്കെ കൊളായിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നന്നായി പോയി. അപ്പം ഇത്രയുള്ളൂ. ബൈ ബൈ, സീ യു, നാളെ കാണാം. ഹായ്, രാവിലെയുള്ള സായമോദം വെള്ളമാണ് കുടിച്ചത്. പിന്നെ ബാക്ക് പെയിൻ്റെ ഗുളിക കഴിക്കേണ്ടെന്ന് അത് കഴിച്ചു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ലൈറ്റായിട്ട് 1 കപ്പ് നിറച്ച് ഉപ്പിട്ട നാരങ്ങകളാണ് കുടിച്ചത്. കാരണം എനിക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ ഉച്ചയ്ക്ക് ചോറ്, സാമ്പാർ, അച്ചാർ, അവിയൽ, അച്ചിങ്ങത്തോരനൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ പതിപോലെ നടക്കാനായിട്ട് പോയി. ഇങ്ങനെയാണ് ഞാൻ നടക്കാറ്, പാട്ടൊക്കെ വെച്ച് ആടിയോ അല്ലെങ്കിൽ അപ്പുണ്ണിയാണെങ്കിൽ അപ്പുണ്ണിനെ ശ്രദ്ധിച്ച് നടക്കും. അങ്ങനെ നമ്മൾ ഇന്നും കുറേ ദൂരം നടന്നിട്ടുണ്ടായിരുന്നു. കാരണം ഉച്ചയ്ക്ക് ചോറുണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് ദഹിപ്പിച്ചെടുക്കണ്ടേ. 1 മണിക്കൂർ 20 മിനിറ്റ് ഞാൻ നടന്നിട്ടുണ്ടായിരുന്നു. ഡിന്നർ വാട്ടർമെലൺ ആയിരുന്നു. പിന്നെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുക്കുംബർ, നാരങ്ങ നീര്, ഇഞ്ചി, നെല്ലിക്ക ഒക്കെ കൂടി ചേർത്ത് അരച്ച് ഞാനൊരു ഡ്രിങ്ക്, ഒരു 1/4 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അരച്ച് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയാണ് ഞാൻ കുടിച്ചത്. നാരങ്ങ അതിൽ ഇടണ്ട കേട്ടോ, പിഴിഞ്ഞ് ചേർത്താൽ മതി. ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഡ്രിങ്ക് ആയതുകൊണ്ട് നല്ല പൊളിയായിരുന്നു. ഒരെണ്ണം മുഴുവൻ ഞാൻ നാരങ്ങ ചേർത്തിട്ടുണ്ടായി, അതുകൊണ്ടാണ്. ഒരു പകുതി ചേർത്താലും മതി. പിന്നെ എനിക്ക് നാരങ്ങയുടെ പുളിയൊക്കെ ഇഷ്ടമായിരുന്നു, ഞാൻ അങ്ങ് കുടിച്ചു. നല്ല പുളിയായിരുന്നു, പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടൊരു ഡ്രിങ്കാണ്. ഇതൊരു 10 ദിവസം ഞാൻ കുടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയോളം. ബൈ, സീ യു. ഹായ്, രാവിലെ വെറും വയറ്റിൽ അയമോദം വെള്ളം കുടിച്ചു. ബാക്ക് പെയിൻ്റെ ഗുളിക കഴിക്കാണ്ടായിരുന്നു, അത് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവും പയറുകറിയായിരുന്നു കേട്ടോ. പിന്നെ കുറേ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ ഫ്ലാക്സിഡ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കഴിച്ചത്. ഇത് വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. ഉച്ചയായപ്പോഴത്തേക്ക് ഓട്സും പയറും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു അരപ്പാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയും വിശന്നപ്പോഴത്തേക്കും മുട്ടയും സവാളയും തക്കാളിയും കൂടി ഇട്ടിട്ട് ചിക്കി വറുത്ത് അതും കഴിച്ചു. പിന്നെ ഒരു 1.5 ഗ്ലാസോളം ഉപ്പിട്ട നാരങ്ങവെള്ളം കുടിച്ചു. പിന്നെ നമ്മൾ പതിപോലെ നടക്കാൻ പോയിട്ടുണ്ട്. ആയുള്ള എക്സസൈസ് ഇതാണല്ലോ. ഡിന്നർ വളരെ ലൈറ്റായിട്ട് പൈനാപ്പിളാണ് കഴിച്ചത്. പിന്നെ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് വെയിറ്റ് ലോസിനും ഡയബറ്റീസിനും സ്കിൻ ഗ്ലോ ആവാനൊക്കെ അടിപൊളി ഒരു ഡ്രിങ്കാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് സ്പെഷ്യലായിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, അതൊന്ന് കണ്ടു നോക്കൂ. അത് അത്യാവശ്യം പുളിയൊക്കെ ഉണ്ടായിരുന്നതാണ്, പക്ഷെ നല്ലതായിരുന്നു. അങ്ങനെ അതോടുകൂടെ നമ്മുടെ ഇന്നത്തെ ഫുഡ് കഴിഞ്ഞു. അപ്പോൾ ഇത്രേ ഉള്ളൂ, നാളെയും കാണാം. ബൈ ബൈ, സീ യു. ഹായ്, രാവിലെ അയമോദം വെള്ളം തിളപ്പിച്ച് കുടിച്ചു. പിന്നെ ബാക്ക് പെയിൻ്റെ ഗുളിക കഴിക്കാനായിരുന്നു, അത് കഴിച്ചു. പിന്നെ മാതളവും പഴവും മിക്സ് ചെയ്തിട്ടൊരു സ്മൂത്തിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത്. നല്ല സ്മൂത്തി ആയിരുന്നു, മധുരമൊന്നും ചേർക്കാണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതായിരുന്നു കേട്ടോ. പിന്നെ കുറേ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചക്കത്തെ ഫുഡ് എന്ന് പറയുന്നത് ഓട്സും പയറും മിക്സ് ചെയ്തത് ഇത്രയും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ വിശന്നപ്പോഴത്തേക്കും ഒരു 2:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു യോഗേർട്ട് കഴിച്ചു. സ്ട്രോബെറി യോഗേർട്ടായിരുന്നു, നല്ലതായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒരു 3:30 ആയപ്പോഴത്തേക്കും ഞാൻ പേരയ്ക്ക മുറിച്ച് കഴിച്ചു. പിന്നെ ഉപ്പിട്ട നാരങ്ങൾ ഒരു 1.5 ഗ്ലാസ് കുടിച്ചു. പിന്നെ നമ്മൾ പതിപോലെ നടക്കാൻ പോയി. സാധാരണ നടക്കുന്ന അത്ര ഒന്നും ഞാൻ നടന്നില്ല കേട്ടോ, ഇന്നൊരു 1/4 മണിക്കൂർ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഹെൽത്തി ഡ്രിങ്ക്, നമ്മുടെ വെയിറ്റ് ലോസിനുള്ളത്, കുക്കുംബറൊക്കെ മിക്സ് ചെയ്ത് ആ ജ്യൂസ് ഉണ്ടല്ലോ, അത് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഡിന്നറിന് ഞാൻ വാട്ടർമെലണാണ് കഴിച്ചത്. അപ്പോൾ ഇത്രയൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു, നാളെ കാണാം. ഹായ്, രാവിലെ വെറും വയറ്റിൽ അയമോദം വെള്ളം കുടിച്ചു. പിന്നെ ബാക്ക് പെയിൻ്റെ ഗുളിക കഴിക്കാണ്ടായിരുന്നു, അത് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് സ്മൂത്തി ആയിരുന്നു, പൊമഗ്രനേറ്റിൻ്റെ സ്മൂത്തി ആയിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. ഉച്ചയായപ്പോഴത്തേക്കും 2 പൂരിയും കുറച്ച് പരിപ്പറിയും കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിശന്നപ്പോൾ കുറച്ച് ചോറും ചളക്കറിയും കഴിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും വിശന്നപ്പോഴത്തേക്കും ഒരു യോഗേർട്ട് കഴിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഉപ്പിട്ട നാരങ്ങവെള്ളം കുടിച്ചു. പിന്നെ ഇന്ന് നടപ്പ് വളരെ കുറവായിരുന്നു, കാരണം ഞാനൊരു സിനിമയ്ക്ക് പോകുമായിരുന്നു, അതുകൊണ്ട് 17 മിനിറ്റ് ഒന്ന് നടക്കാൻ പറ്റുള്ളൂ. നമ്മൾ തിയേറ്ററിൽ പോയാലും നമ്മുടെ സ്പെഷ്യൽ ഡ്രിങ്ക് കൊണ്ടുപോകാതിരിക്കില്ല കേട്ടോ. കുക്കുംബർ, ഇഞ്ചി, നാരങ്ങയും നെല്ലിക്കയൊക്കെ ഇട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടല്ലോ, അത് ഞാൻ എന്തായാലും ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് വയറ് നിറച്ച് കുടിച്ചു. പിന്നെ 2 ഓറഞ്ച് ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് തിന്നിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് നമ്മൾ ഇന്ന് കഴിച്ചത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു, നാളെ കാണാം. ഹായ്, ഹലോ,
എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം നമ്മുടെ ദിവസം തുടങ്ങണം എങ്ങനെയാണെന്ന് നോക്കിയാലോ. രാവിലെയുള്ള സായമോദോട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചു, പിന്നെ ബാക്ക് പെയിൻ്റെ ഗുളിക കഴിക്കാനായിരുന്നു അത് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് സ്മൂത്തി ആയിരുന്നു കേട്ടോ. കാരറ്റും പാലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ സ്മൂത്തി ഉണ്ടാക്കിയത്. മധുരം ഇല്ലാണ്ട് ഇത് കുടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് വെയിറ്റ് കുറയ്ക്കണമല്ലോ എന്ന് ഓർത്തത് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയായപ്പോഴത്തേക്ക് നല്ല വിശപ്പായിരുന്നു. അതുകൊണ്ട് കുഴിമഞ്ഞയുടെ റൈസ് ഉണ്ടായിരുന്നു, അതും ഒരു മുട്ട ബുൾസയും സാലഡും കൊഴുവറുത്തതും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉപ്പിട്ട നാരങ്ങകൾ ഒരു 1.5 ഗ്ലാസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നടക്കാൻ പോയി. ഉച്ചക്കത്തെ ഫുഡ് വളരെ ഹെവി ആയതുകൊണ്ട് തന്നെ ഡിന്നർ ഞാൻ വളരെ ലൈറ്റായിട്ട് മുന്തിരിയിൽ ഒതുക്കിട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇന്ന് കഴിച്ചത്. അപ്പോൾ ഓക്കെ, ബൈ, സീ യു. ഹായ്, അങ്ങനെ നമ്മുടെ വീക്കെൻഡ് ആയിട്ടുണ്ട് കേട്ടോ. വെയിറ്റ് എത്രയാണെന്നുള്ള ലാസ്റ്റ് പറയാവേ. രാവിലെ വരുമ്പോൾ ലൈമോന്ന വെള്ളമാണ് കുടിച്ചത്. പിന്നെ ബാക്ക് പെയിൻ്റെ ഗുളിക കഴിക്കേണ്ടതെന്ന് അത് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ക്യാരറ്റ് സ്മൂത്തി ആയിരുന്നു കേട്ടോ. മധുരം ഇല്ലാണ്ട് ഇത് കുടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞാൻ കഷ്ടപ്പെട്ട് കുടിച്ചു, വെയിറ്റ് കുറയ്ക്കണമല്ലോ. പിന്നെ കുറേ വെള്ളം കുടിച്ചു. 11:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് മുന്തിരി വാരിക്കോരി തിന്നായിരുന്നു. ലഞ്ചിന് ചോറും സാമ്പാറും കുടപ്പം തോരനും അച്ചാറും ആയിരുന്നു, അതങ്ങനെ കഴിച്ചു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് മൾബറി, അടുത്തുള്ള ചേച്ചി എന്നാണ്, അപ്പോൾ അതും തിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 1.5 ഗ്ലാസ് ഉപ്പിട്ട നാരങ്ങവെള്ളം കുടിച്ചു. പിന്നെ നമ്മൾ അതുപോലെ നടക്കാൻ തുടങ്ങിയപ്പോൾ വീഡിയോ എടുക്കണമായിരുന്നു, ഞാൻ മറന്നുപോയി. പൊരാറായപ്പോഴാണ് കൊടുത്തത്, അങ്ങനെ അതും എടുത്ത്. പിന്നെ രാത്രി വേറെ ഫുഡൊന്നും കഴിച്ചില്ല, പരഞ്ഞെനിക്കൊരു ഐസ്ക്രീം കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തുടങ്ങിയപ്പോഴത്തേക്ക് 81,900 വെയിറ്റ്, ഇപ്പോൾ 78 കിലോ ആയിട്ടുണ്ട്. അങ്ങനെ സക്സസ്ഫുള്ളായിട്ട് ഈ ജേണി പോകുന്നു. അപ്പോൾ ഇത്രയുള്ള ബൈ, സീ യു. ബൈ. അപ്പോൾ ഇനിയും സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ ടക്ക് 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 അടിച്ച് പൊട്ടിച്ചേക്ക്.